കാരണം നമുക്കൊക്കെ ഓരോ സിനിമകളും കണ്ട് പഴയ സിനിമകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിയാം ശരണേ. നമ്മുടെ കൊച്ചിലത്തെ സമയത്തിൽ നമ്മുടെ കൊച്ചിലത്തെ ആ ഒരു ടൈമിലേക്ക് തന്നെ നമ്മൾ നേരെ പോകും. ഇപ്പം ഞാൻ മീശമാധവനൊക്കെ ഫസ്റ്റ് കണ്ട സമയമൊക്കെ ഞാൻ ഓർക്കുകയാണെങ്കിൽ കിരൺ ടി വിയിൽ പണ്ട് മീശമാധവൻ വന്നുകൊണ്ടിരുന്ന സമയത്ത് 7 മണിക്ക് മീശമാധവൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോൾ തൊട്ടുള്ള എക്സൈറ്റ്മെന്റ്, ആ നാളെ മീശമാധവൻ 7 മണിക്ക് എന്തായാലും കാണണം, മമ്മി എന്തായിരിക്കും കഴിക്കാൻ ഉണ്ടാക്കാൻ. നീ ഡൽഹി അല്ലേ? കിരൺ ടി വി ഇയാൾ എന്നതാ ഈ പറയുന്നത്? അല്ലടാ, സാധാരണ കേരളീയമായിട്ടുള്ള ഒരു കേരള ാണല്ലോ കിരൺ ടി വി, സൂര്യ ടി വി. സ്കൂൾ വിട്ട് വരുന്നു, പടം കാണുന്നു. ഞാൻ കേരള സ്കൂളിലാണ് 10 വരെ പഠിച്ചത് കേട്ടാ. അവിടെയും കേരള സ്കൂളുണ്ട്, 4 ബ്രാഞ്ച്. CID മൂസ, സൂര്യ ടി വി. ഏഷ്യാനെറ്റിൽ സുരേഷ് ഗോപി പടങ്ങൾ ഒരുപാട് വരുമായിരുന്നു ഒരു സമയത്ത്. ചിന്താമണി കൊലക്കേസ്, നരിമാൻ. സൂര്യ ടി വിയിൽ തന്നെ പടങ്ങൾക്കൊക്കെ ഒരു മഞ്ഞപ്പും പരിപാടികളും, ഒരു യെല്ലോ ഫിൽറ്റർ കയറ്റി വെക്കണു. ഏഷ്യാനെറ്റിലാണെങ്കിൽ ഒരു ബ്ലൂ ഫിൽറ്റർ പരിപാടികള്. ചില സമയത്ത് എന്റെ ടിവിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ അത് അവർ ആഡ് ചെയ്യുന്ന ഫിൽറ്റർ ആണോ അതോ പടത്തിന് അങ്ങനത്തെ ഒരു കളർ ടോൺ ആണോ ഉള്ളത്? സൂര്യന്റെ യെല്ലോ ആണ്, അതെ, ആ ഒരു ബ്ലൂ. അതല്ല, ഇതിപ്പോ അതിന്റെ ഒറിജിനൽ കളറൊന്നും നമുക്കറിയാം. ഒറിജിനൽ ഈ ഒരു സമയത്ത് നമ്മൾ യൂട്യൂബ് ഒക്കെ എടുത്തിട്ട് 4K പരിപാടിയിലൊക്കെ കാണുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് യൂട്യൂബിൽ കിട്ടുന്ന നമ്മൾ ആ സമയത്ത് ഏത് ഗ്രേഡിലാണോ കണ്ടിട്ടുള്ളത് അതാണ് നമുക്ക് ഒറിജിനൽ. നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തുമില്ല ഫസ്റ്റ് ഓഫ് ഓൾ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് എന്താണ്, സൂര്യ ടി വിയിലെ ഞാനൊക്കെ ചിലപ്പോഴൊക്കെ വിചാരിച്ചിട്ടുണ്ട് CID മൂസ സൂര്യ ടി വിക്ക് വേണ്ടിയിട്ടാണെന്ന്. മമ്മൂട്ടിയുടെ സിനിമ ഏഷ്യാനെറ്റിൽ വരില്ല, ഏഷ്യാനെറ്റ് എടുക്കൂല. മോഹൻലാലിന്റെ സിനിമ സൂര്യക്കാരും എടുക്കില്ല. ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇത് കൺസിസ്റ്റന്റ്ലി മമ്മൂട്ടിയുടെ ഓർമ്മ മാത്രം സൂര്യയിൽ വരുമ്പോ ഒരു സൂര്യ മമ്മൂട്ടിയുടെ അടി. പക്ഷെ സൂര്യ റെവല്യൂഷണറി ആയത്, സിനിമകളുടെ കാര്യത്തിൽ റെവല്യൂഷണറി ആയത് സൂര്യയുടെ കിരൺ ടി വി ഇറങ്ങിയപ്പോഴാണ്. ഈ പണ്ടൊക്കെ ഈ ചാനലുകളിൽ തന്നെ അല്ലായിരുന്നോ ന്യൂസും കാര്യങ്ങളും ഒക്കെ? എല്ലാം ഒരു സാധനത്തില് ടിക്ക് ചെയ്തിട്ട്, ഇതിപ്പോ ന്യൂസ് ആണെങ്കിലും സീരിയൽ ആണെങ്കിലും സിനിമയ്ക്ക് ഡെസേർട്ട് ടൈം, വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിനൊരു ഇൻവെസ്റ്റ് ടൈം വരും. സത്യം പറഞ്ഞാൽ ഇപ്പം സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ആൻറ്റിമാരെയൊക്കെ പുച്ഛിക്കാറില്ലേ, 5 മണിക്ക് ടി വിയുടെ മുന്നേ ഇരുന്നാൽ 11 മണി വരെ സീരിയലാണ്, ഓരോ സീരിയലിന് ടൈമിംഗ് ഉണ്ടെന്ന്. നമ്മൾ ശരിക്കും അങ്ങനെയായിരുന്നു സിനിമകൾക്ക് വേണ്ടിയിട്ട് ആ സമയത്ത്. ഒരു ഹോളിഡേ ആണെങ്കിൽ രാവിലെ സൺഡേ ഇന്ന് 9 മണിക്ക് ഈ പടമാണ് രാവിലെ, അത് കഴിഞ്ഞിട്ട് ഒരു ഉറക്കം ഫുഡ് കഴിച്ചിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് 3:30 ഈ ഒരു പടമുണ്ട്, അത് കാണണം. 7 മണിക്ക് അതിനേക്കാളും അടിപൊളി പടമാണ്. ആക്ച്വലി വീക്കെൻഡ് ശനി ഞായറിലാണല്ലോ വൈകുന്നേരം സിനിമ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ ദിവസവും സീരിയലാണല്ലോ. ശനി ഞായർ സീരിയൽ ഇല്ല, സിനിമ. ആ ഒറ്റ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്കുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു വീക്ക് കംപ്ലീറ്റ് വെയിറ്റ് ചെയ്യും. ഇതിന്റെ ആഡ്, ഇതിന്റെ പരിപാടികളൊക്കെ ഒരു വീക്ക് മുന്നേ അല്ലെങ്കിൽ ഇച്ചിരി കാലം മുന്നേ തൊട്ടേ ഇങ്ങനെ ഇടൂലോ. ഇപ്പം എല്ലാം കയ്യിൽ ഈസിലി അവൈലബിൾ ആയപ്പോ വാല്യൂ പോയി. അതുകൊണ്ട് കാണുന്നില്ല, ഒരു തേങ്ങ കാണുന്നില്ല. സത്യപ്പോ ടെലിഗ്രാമിൽ പടം കാണുന്ന ഒരുപാട് പേരുണ്ടാവും, അല്ലെങ്കിൽ സോണി ലീവ്, മറ്റേ ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ, ഏതാണെങ്കിലും സംഭവം നമുക്ക് ഇതെല്ലാം ഇതിലും ഒരു സംഭവത്തിൽ അവൈലബിൾ ആണ്, എപ്പോൾ വേണമെങ്കിലും കാണാമെന്നുള്ള ഒരു സാധനം വരുമ്പോഴാണ് ഭയങ്കരമായിട്ട് അതിനോട് ഉള്ള ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ഈ തിയേറ്ററിൽ ഒരു പടം കാണുന്നതിന്റെ മെയിൻ ഒരു സംഭവം അതാ. നമ്മളത് കാണാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളത് കണ്ടു കഴിഞ്ഞിട്ട് ആ പടം എന്തായാലും നമ്മൾ കാണും, നല്ലതാണെങ്കിൽ. ഇല്ലെങ്കിൽ പതുക്കെ വെച്ചിറങ്ങിപ്പോ എന്ത് വേണമെങ്കിലും ആവും. ഇതിപ്പം എത്ര നല്ല പടമാണെങ്കിലും നമ്മള് ഫോണിലോ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിലോ ഏതിലേ കാണുകയാണെങ്കിലും നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാ. ചിലപ്പോൾ നമ്മൾ എത്ര നല്ല പടമാണെങ്കിലും ഒരു 10 മിനിറ്റ് കണ്ടിട്ട് വേറെ എന്തെങ്കിലും എൻഗേജ്മെന്റ് എന്നാൽ നിർത്തിയിട്ട് വേറെ പരിപാടിയിലോട്ട് പോകും. ഞാനിപ്പോൾ റിയലൈസ് ചെയ്യുന്നൊരു കാര്യം, ഇപ്പോൾ ഈ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം, ഞാൻ എൻ്റെ ഒരു 10ാം ക്ലാസ് വരെ തിയേറ്ററിൽ പോയി പടം കണ്ടിട്ടില്ല. എൻ്റെ തിയേറ്റർ ഈ TV ചാനൽസ് ആയിരുന്നു. സത്യം പറയാം, എൻ്റെ ഫസ്റ്റ് തിയേറ്റർ പടം എസ്ത്രയാ. എസ്ത്രയല്ല കേട്ടോ, ഊഴം. അതിന്റെ ഒരു 1-2 മാസം മുന്നെയാണ് ഊഴം വന്നത്. ഞാൻ +2 പഠിക്കുമ്പോഴാണ്, +2 +1 പഠിക്കുമ്പോൾ ആ ഒരു സമയത്താണ് തിയേറ്റർ എക്സ്പീരിയൻസ് ഇത്ര വലുതാണ് കാര്യങ്ങളൊക്കെ. എന്റെ ചാന്തുപൊട്ടായിരുന്നു എന്റെ ഓർമ്മയിൽ ഏറ്റവും ആദ്യത്തെ പോയിട്ടുണ്ടാവും. എനിക്ക് ഇതിപ്പോ എന്താ അറിയോ, എന്റെ തിയേറ്റർ വായിച്ച സംഭവം എന്ന് പറയുമ്പം എൻ്റെ ഒപ്പമുള്ള അടുത്ത സുഹൃത്ത് ആൽഫിൻ, അവൻ എല്ലാ പടത്തിന്റെ ഫാൻ ഷോയ്ക്കും എല്ലാ സംഭവങ്ങൾക്കും ഇങ്ങനെ പോവും. അവൻ പണ്ട് തൊട്ടേ സിനിമ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
എനിക്കാണെങ്കിൽ സിനിമയോടൊരു സംഭവം കംപ്ലീറ്റ്ലി വന്നത് +1 കഴിഞ്ഞ് +2 ഒക്കെ ആയപ്പോഴത്തേക്കും ഇവൻ ഇങ്ങനെ പോട്ടെ, ഞാൻ നേരെ വീട്ടിൽ പോണു, ഇവൻ നേരെ പടം കാണാൻ വേണ്ടിയിട്ട് സെയിം ബസ്സിന് പടം കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലോട്ടാണ് പോകുന്നത്. ഞാൻ അതൊന്നും അത് വലിയ ബോധേഡായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ പിന്നെ എനിക്ക് ഇങ്ങനെ ദൈവമേ ഞാൻ മാത്രമുള്ള തിയേറ്ററിൽ പോയി പടം കാണാത്തുള്ളൂ. ഈ തിയേറ്ററിൽ പോയാൽ എങ്ങനെ പടം കാണുക, തിയേറ്ററിൽ എവിടെ പോയിട്ട് ആരുടെ അടുത്ത് എന്താ ചോദിക്കുക, എനിക്കൊന്നും അറിയില്ല. ഞാനിതൊന്നും റിയലൈസ് പോലും ചെയ്തിട്ടില്ലടാ. ഇത് ഇത്ര വലിയ സംഭവമാണെന്ന് പോലും റിയലൈസ്. ഞാൻ എപ്പോഴും ആരുടെയോ കൂടെ പോയി ഏതോ ഒരു പടം ഫസ്റ്റ് എനിക്ക് ഓർമ്മ പോലും ഇല്ല ഞാൻ ഏത് പടം തിയേറ്ററിൽ കണ്ടതെന്ന്. അങ്ങനെ പോയി കാണുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ആ തിയേറ്റർ എക്സ്പീരിയൻസ് കാര്യം. ഞാൻ ജീവിതത്തിൽ തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്ത ഈ ഒരു 26 വർഷത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത പടങ്ങൾ ഞാൻ ഈ 6 മാസത്തിനുള്ളിൽ കണ്ടിട്ടുണ്ട്. ന്യൂസിലും പരിപാടികളിലൊക്കെ തിയേറ്ററിലെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. തിയേറ്റർ എങ്ങനെയാണ് അവിടെ റിവ്യൂസ് വരുന്നത് ന്യൂസിലായിരുന്നല്ലോ. എവിടുന്നാണ് ടിക്കറ്റ് എടുക്കുക, ടിക്കറ്റ് എടുത്ത ഏതിൽ കൂടെയാണ് കേടുക. ഞാനൊന്ന് ഭയങ്കര എനിക്ക് എല്ലാത്തിനോടും പേടിയാണ്. ഞാൻ ഒട്ടും സോഷ്യലി ഇൻവോൾവ് അല്ലാത്തൊരു മനുഷ്യനാ. ഒന്നുമില്ല, എനിക്ക് ഭയങ്കര പേടിയും ഭയങ്കര അതും ഇതും ഒക്കെയാ. ഇത് ഓരോരുത്തർ എന്ത് പറയാം, അത് എന്താക്കുന്നത്, ഒരു 5 മിനിറ്റ് ഞാൻ പക്ക പങ്ക്ച്വലാ. എനിക്ക് വൈകി പോയാൽ പേടിയാ. വീട്ടിലേക്കും കറക്റ്റ് ടൈമാണ്. എനിക്ക് വൈകി പോകാൻ പേടിയാ. അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്ത് സംസാരിക്കുക, ഒരാളുടെ അടുത്ത് വഴി ചോദിക്കാൻ, അല്ലെങ്കിൽ ഇപ്പൊ ബസ്സുകാരൻ്റെ അടുത്ത് സ്റ്റോപ്പ് കഴിഞ്ഞു, അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് 2 രൂപ തരാണ്ട് അത് ചോദിക്കാം. പേടി പരിപാടി അങ്ങനെ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിരുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തിയേറ്ററിൽ പോയിട്ട് സിനിമ ആണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് ആരുടെ ചോദിക്കാൻ പറ്റുന്നില്ല. ഈ സംഭവം ആരുടെ ചോദിക്കാൻ പറ്റില്ല. ഇത്രയും കാലമായിട്ട് തിയേറ്റർ സിനിമ ഇത്രയും കാര്യമായിട്ട് തിയേറ്ററിൽ സിനിമ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു സാധനമുണ്ട്. എന്താ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. ഇതിപ്പോ ഫോട്ടോഷോപ്പില് ഇന്നതുപോലെ കിട്ടണം നമുക്കറിയാം. പക്ഷെ അതിന് എന്ത് പ്രോംപ്റ്റാ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. യൂട്യൂബിൽ അടിച്ചു നോക്കാൻ പറയും. യൂട്യൂബിൽ എന്തടിച്ചു നോക്കണ്ടേ വളച്ച് ഇതുപോലെ കിട്ടാൻ, ഇതുപോലെ കിട്ടാൻ. ഈ പറയുന്ന പോലെ തന്നെ യൂട്യൂബിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോ എന്ത് സെർച്ച് ചെയ്യാനുണ്ടെങ്കിൽ ഏത് പടത്തിനെ കുറിച്ച് നോക്കാനാണെങ്കിലും നമുക്ക് ഇത്രയും പെട്ടെന്ന് റിവ്യൂസും എല്ലാ കാര്യങ്ങളും കിട്ടും. ആ ഒരു സമയത്ത് ന്യൂസ് ചാനൽസിൽ നിന്ന് അറിഞ്ഞു ഈ ഒരു പടം ബ്ലോക്ക് ബസ്റ്ററാണ്, 100 ദിവസം ഓടുന്നു, 60 ദിവസം ഓടുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ പടങ്ങൾ കൂടുതലാണോ കുറവാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം ഈ ഒരു തിയേറ്ററിലെ ആൾക്കാരുടെ വാച്ച് ഡേയ്സ് അല്ലെങ്കിൽ ഒരു പടം നിൽക്കുന്ന സമയം ഭയങ്കര കുറവായി ഉള്ള കാര്യം പറയാ. പിന്നെ ഞാൻ റീസെൻ്റ്ലി ഒരു ഫാക്ട് കണ്ടു. എന്നാന്ന് വെച്ചാൽ 60 ദിവസം പോലും ഒരു നല്ല പടം പോലും ഒരു 60 ദിവസം തിയേറ്ററിൽ നിൽക്കുന്നില്ല. ആദ്യമൊക്കെ എന്തായിരുന്നടാ 300 ദിവസം. ഗോഡ് ഫാദർ ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഏതോ ഒരു തിയേറ്ററിൽ ഇത്രയും ദിവസങ്ങൾ ഓടി. അത് പണ്ട് അത്രയും തിയേറ്റേഴ്സ് ഇല്ല, വേറെ സംഭവങ്ങളില്ല. അപ്പം പണ്ടത്തെ എനിക്ക് അതും ഭയങ്കര ഒരു വണ്ടറാടാ. ഇപ്പത്തെ ആൾക്കാര് ഇപ്പത്തെ ഒരു കൾച്ചറും പണ്ടത്തെ തിയേറ്റർ കൾച്ചറും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ. ഈ ഒരു ടൈം തൊട്ട് ഏത് ടൈം തൊട്ട് ഈ തിയേറ്ററിൽ ബുക്കിംഗ് തുടങ്ങിയ പുലിമുരുകനെ ഏർക്ക് ആ സമയം തൊട്ടാണോ അതോ അതിന് മുന്നേ തൊട്ടേ ബുക്കിംഗ്, ഓൺലൈൻ ബുക്കിംഗ്, ഈ ക്യൂ നിന്നിട്ട് ടിക്കറ്റ് എടുത്തത് രസികന്റെ ഒക്കെ സമയത്തൊക്കെ ക്യൂ സിനിമയിൽ വരെ കാണിച്ചിട്ടുണ്ടല്ലോ. ഓൺലൈൻ ബുക്കിങ്ങോ? ഓൺലൈൻ ബുക്കിംഗ് മീൻസ് ഈ ഓൺലൈൻ ബുക്കിംഗ് വന്നതോടുകൂടിയിട്ട് കംപ്ലീറ്റ് ഒരു തിയേറ്റർ കൾച്ചർ മാറി എന്നുള്ള ഒരു സാധനമുണ്ട്. 2015 ഈ സാധനം ഇടിച്ചു കയറാൻ തുടങ്ങിയത് ഓൺലൈൻ ബുക്കിംഗ് പരിപാടികളൊക്കെ. ക്യൂ നിന്ന് അടി ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഇതുണ്ടാക്കി ഭയങ്കര ഒച്ചപ്പാടിന്റെ ഇടയിൽ കൂടെ ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് തിയേറ്ററിൽ ഒരു ടിക്കറ്റ് ഒപ്പിക്കണം, പടം കാണുന്നു. അതിപ്പോ ഒരു ആവറേജ് ഓക്കെ പടം ആണെങ്കിൽ പോലും അത്ര എഫേർട്ട് ഇട്ട് കണ്ടത് കാരണം ആ ഒരു സെലിബ്രേഷൻ. ഇങ്ങനെയോ ക്യൂ നിന്നോ? എന്റെ പോലെ ഞാൻ ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടില്ല. ഇത്രയും നമ്മൾ ഈ സിനിമ കാണുന്ന പോലെ ഭയങ്കര വലിയ ക്യൂ ഇല്ല. ഞാൻ IFFKയിൽ പോയപ്പോൾ നൻപകൽ നേരത്ത് മയക്കം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂ കണ്ടിട്ടുണ്ട്. അതല്ലാതെ വേറെ കുറെ അങ്ങനത്തെ ക്യൂസേ ഉള്ളു പടം കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാതെ ഓൾമോസ്റ്റ് ഒക്കെ ഞാൻ തിയേറ്ററിൽ ബുക്ക് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ പണ്ടത്തെ ആൾക്കാരുടെ ഒരു ഞാനൊരു പഴന്തനാണ് ഇവിടെ ഇപ്പൊ കിട്ടാത്തൊരു ഫ്രൂട്ടേ അതുകൊണ്ടാന്ന് തോന്നുന്നു. ഇതിപ്പോ ഞാൻ ഈസിലി വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിപ്പോ ഒരു മൗണ്ടൻ ട്രെക്കിങ്ങിന് പോവാണ്. നമ്മൾ പെട്ടെന്നൊരു സ്ഥലത്ത് എത്തി. അതായത് നമ്മൾ ഒരു എഫേർട്ട് കൂടാതെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വലുള്ള ഒരു സ്ഥലത്ത് എത്തി. നമുക്ക് പ്രത്യേകിച്ചൊരു ഫീലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. പേഴ്സണലി എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാ. നമ്മൾ ഭയങ്കര എഫേർട്ട് ഇടാതെ നമുക്ക് ഈസിലി കിട്ടുന്ന സംഭവത്തിന് നമുക്കധികം ഒരു ഫ്രൂട്ട് ഉണ്ടാവില്ല, ഒരു വില ഉണ്ടാവില്ല, അതിലൊരു സുഖം ഉണ്ടാവില്ല. പക്ഷെ ഭയങ്കര കഷ്ടപ്പെട്ട് കിട്ടുന്ന, അത്യാവശ്യം കാത്തിരുന്ന് ഇച്ചിരി ആന്റിസിപ്പേറ്റഡ് ആയി ഇച്ചിരി രസത്തോടു കൂടി സാധനം കിട്ടുന്ന, നല്ല കഷ്ടപ്പെട്ടൊരു മല കയറുകയാണ്. വലിയ വിസിബിലിറ്റി ഇല്ല, വലിയ വിഷ്വൽ ഇല്ലെങ്കിലും നമ്മൾ മേലെ എത്തിയിട്ട് വെറുതെ നിൽക്കുമ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. നീ ഇപ്പം പടം കാണാൻ പോയത് നിന്നെ ഡ്രൈവ് ചെയ്തൊരു ഫോഴ്സ് ഉണ്ടായിരുന്നു, ഫാമിലി ആയിട്ടായിരുന്നു പൊക്കോണ്ടിരുന്നത് പടം കാണാൻ? ചെറുപ്പത്തിലെ എൻ്റെ ഫാമിലിയിൽ ആ ഒരു റുട്ടീൻ ഇല്ല.
പടം കാണുന്ന റുട്ടീനില്ല. എൻ്റെ മമ്മിയും പപ്പയും ഹണിമൂണിന് സ്ഫടികമാണ് ആദ്യത്തും അവസാനമായിട്ട് തിയേറ്ററിൽ കണ്ട പടം. ഇതുവരെ അവർ പടവും കണ്ടിട്ടില്ല തിയേറ്ററിൽ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ പടം ഇറങ്ങിയിട്ട് ഇനി അത് കണ്ടാൽ മതി എന്നുള്ള കോൺസെപ്റ്റിൽ ഞാൻ ഇനി അവരെ കാണിക്കുന്നില്ല. വളരെ വളരെ ഓഫ് ടോപ്പിക് ആയിപ്പോയി. ഓഫ് ടോപ്പിക് ഒന്നും ഞാൻ എന്റെ കാര്യം പറഞ്ഞ് തീർത്തില്ല. ഓ നിന്റെ മലകയറ്റം മലയല്ല, മലയ്ക്ക് മുന്നേ വേറെ സംഭവം ഉണ്ട്. ഞാൻ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഊഴാണ് എൻ്റെ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇത് എങ്ങനെയാ അതിന്റെ ഉള്ളിൽ സംഭവം, ഇതെങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം എന്ന് അറിയില്ല. ആരടുത്ത് എന്താ ചോദിക്കണേന്ന് അറിയില്ല. ചേട്ടി ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഏതി കൂടെ എങ്ങനെ നടക്കണ്ടേ, ഇങ്ങനെ നടന്നാ ഓക്കെയാണോ, നമ്മൾ ഏതി കൂടെ കേറണ്ടേ, നമ്മളെ കേറ്റാൻ ആൾക്കാർ വരുമോ? എടാ ഭയങ്കര ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്ത അത്ര ചെറിയ സംഭവങ്ങളായിരിക്കാം അന്ന് തിയേറ്റർ. അതിന്റെ ഉള്ളിൽ എന്താണ്, എങ്ങനെയാണ് ആൾക്കാർ കാണുന്നത്, എങ്ങനെയാണ് ഈ കാർ പൊളിച്ച് എൻജോയ് ചെയ്ത് കാണുന്നത്, അതിന് എവിടെ ഇരിക്കണം, ഏതി കൂടെ കയറണം, ആരെങ്കിലും ഇതാക്കി വിടുമോ, ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അവര് ബാക്കി പൈസ തരുമോ, കറക്റ്റ് പൈസ കൊടുക്കണോ, എന്തൊക്കെ ടെൻഷനാണെന്ന് അറിയാം. എന്നിട്ട് ഞാനിങ്ങനെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ ഇത് എങ്ങനെയാ ഇതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് എടുക്കുന്നത്, പടത്തിന് എങ്ങനെയാ പോവുക? എടാ ഞാൻ ആദ്യം പോയിട്ട് ടിക്കറ്റ് എടുക്കുക, എങ്ങനെയാ ടിക്കറ്റ് എടുക്കുക? എടാ ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പടത്തിന് പോയ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒപ്പം VHS അവിടെ ഉണ്ടായ ആരൊക്കെയും ഉണ്ടായിരുന്നു പടത്തിന്. പിന്നെ മറ്റേ ജോബിനുണ്ടായിരുന്നു ഊഴത്തിന്. സ്വിറ്റ്സർലൻഡോ മറ്റേ. ഞാൻ ഫസ്റ്റ് അവനായിട്ട് കണ്ട് കമ്പനിയാണ് ആ പടത്തില് ഞങ്ങള് യാദൃശ്ചികമായിട്ട് കണ്ടിട്ടാ. പിന്നെ അവൻ പറഞ്ഞു തന്നു, അവൻ വന്നു ടിക്കറ്റ് എടുക്കാൻ. ഞാൻ ആകെ ടെൻഷൻ അടിച്ച് പേടിച്ചിരിക്കണേ. ഒരു ആൾക്കൂട്ടത്തിന്റെ ഇടയിലൊക്കെ നിൽക്കാൻ വേണ്ടി എനിക്ക് നല്ല പേടിയാ. ഇത് ടിക്കറ്റ് എടുത്തിട്ട് എന്താ പറയണ്ടത് ചേട്ടാ, ഒരു ഇത് എന്താ പറയണ്ടെന്ന് അറിയില്ല. ആൾക്കൂട്ടം കടിക്കും. ശരി, ആ സമയത്ത് അങ്ങനെയാണ്. ഞാൻ ഓർത്തിട്ടേ ഇല്ല. ഞാൻ ഏതൊരു കൂട്ടുകാരൻ്റെ കൂടെ ഒരു ഹിന്ദി പടം കാണാനാണ് ഫസ്റ്റ് പോയെന്ന് തോന്നുന്നു. ഏക് മിലൻ എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് മൽഹോത്രയുടെ പടം ഇറങ്ങി. ഞാൻ 12ാം ക്ലാസ്സിൽ ആ ഒരു സമയത്താണ് ഞാൻ ഫസ്റ്റ് പടം കാണാൻ പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് മലയാളം പടം എനിക്ക് തോന്നുന്നു ഞാൻ തിയേറ്ററിൽ എനിക്ക് ഓർമ്മ വെച്ച് ഞാൻ കണ്ട പടം ഒന്ന് പുലിമുരുകനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള തിയേറ്റർ വാച്ചായിരുന്നു. 2 പടവും തിയേറ്റർ വാച്ചായിരുന്നു. അതെനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. അവിടെ വെച്ച് കണ്ട 2 മലയാളം പടങ്ങളുടെ നാട്ടിലൊരു ഇടവേള തിയേറ്ററിൽ കണ്ട മനുഷ്യൻ ഫീൽ ആയിരുന്നു. അതെന്താ അങ്ങനെ? അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. നല്ല പടം, ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഡയറക്ടറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചറവറ പടങ്ങൾ ഇന്നലെയും കണ്ടു. സിത്താരെ ജമീൻ പർ, നല്ല പടം. ചെക്കൻ. ഇതിപ്പം ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള ഡയറക്ടർ എനിക്ക് ഫസ്റ്റ് വാച്ചിൽ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എനിക്ക് അത്ര സംഭവമായിട്ട് ഫീൽ ചെയ്യാത്തൊരു പടം. പക്ഷെ രണ്ടാമത് കണ്ടപ്പോഴാണ് എനിക്കതിലെ ഓരോ സംഭവങ്ങളും ഈച്ച് ആൻഡ് എവരി സീക്വൻസ്, ഈച്ച് ആൻഡ് എവരി പരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ഒരു രീതി. അതിൽ കോമഡികളാണെങ്കിലും ഭയങ്കര ഭയങ്കര ഡാർക്ക് സാധനത്തിന്റെ ഇടയിലായത്. ഈ ഷർഫുദ്ദീന്റെ സാധനമൊക്കെ എന്താ പറയാ, അപ്പൊ അമ്മ മരിച്ചുപോയി. എനിക്ക് മേഴ്സി ആണോ അമ്മ പോയി, പക്ഷെ എനിക്ക് മേഴ്സിനെ കിട്ടിയില്ലേ. അത് നിന്റെ തിയേറ്ററിൽ ഏറ്റവും അടിപൊളിയായിട്ട് കണ്ട ഏറ്റവും റിമെമ്പറബിൾ ആയിട്ടുള്ളൊരു പടം ഏതാ നിന്റെ? എനിക്ക് 2021 മുതൽ ഞാൻ ഫസ്റ്റ് ടൈം എറണാകുളത്ത് വന്ന് വനിതയെന്നാണ് ഞാൻ ആ പടം കണ്ടത്. എൻ്റെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് കിട്ടി. ഞാൻ തിയേറ്ററിൽ കണ്ടതിൽ എനിക്ക് ഏറ്റവും തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ, തിയേറ്ററിൽ കണ്ടുകൊണ്ട് മാത്രം എനിക്ക് അത്രയും അടിപൊളിയായിട്ടുണ്ടായ, തിയേറ്ററിൽ വെറുതെ കണ്ടുകൊണ്ടല്ല, തിയേറ്ററിൽ വെറുതെ കണ്ടുകൊണ്ടല്ല, ഈ സിനിമ ഈ ഒരു സിനിമ ഇങ്ങനെ വരുന്നുണ്ട്, റിലീസ് ആവുന്നുണ്ടെന്ന് അധികം പേർക്ക് അറിയില്ല. നീ പറയണ വീഡിയോ ഇങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ വരുന്നുണ്ടെന്ന് അധികം ആരും പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒന്നും പ്രൊമോഷൻ കണ്ടില്ല. ഈ സിനിമയുടെ പേര് കാണുമ്പോൾ ഇതൊരു മലയാള സിനിമയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സംഭവം വളരെ കുറച്ച് പേർക്ക്, ആ സിനിമയിൽ വർക്ക് ചെയ്തവർക്കും വളരെ ക്ലോസ് സ്പേസിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. മാത്രമല്ല ഈ സിനിമയിൽ വലിയ കാസ്റ്റിംഗ് പരിപാടികളൊന്നുമില്ല. ആക്ച്വലി ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം പറയുകയാണെങ്കിൽ ആ സിനിമയോട് കൂടിയിട്ടാണ് ഒരു സ്റ്റാർ എന്നുള്ളൊരു സംഭവത്തിൽ നിന്ന് വരുന്ന സിനിമകളിൽ നിന്ന് മാറിയിട്ട് ഒരു ആളുകൾ നന്നായിട്ട് അഭിനയിക്കുന്ന നല്ല കാസ്റ്റ്, എക്സാക്ട്ലി ആ കാസ്റ്റ് നന്നായാൽ മതി.
ഇന്ന ക്യാരക്ടറിന് കറക്റ്റ് നല്ലൊരു കാസ്റ്റിംഗ് ഉണ്ടായാൽ മതി ആ സിനിമ നന്നാവും എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നുന്നു ആ സിനിമയാണ് ഒരു റെവല്യൂഷണറി ആയിട്ട് ഫീൽ ചെയ്തത്. ഏതാ ജാനമൻ ആണ് ആ പടം. ജാനമൻ തിയേറ്റർ വെച്ചായിരുന്നല്ലേ? എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ജാനമൻ തിയേറ്റർ വെച്ചായിരുന്നു. ഞാൻ എപ്പോഴും ഇക്കടുത്ത് എന്തെങ്കിലും ഒരു ചോദ്യം വന്നാലും വന്നില്ലേലും ജാനുവിന്റെ കാര്യം ഞാൻ എപ്പോഴും എല്ലായിടത്തും പറഞ്ഞു നടക്കാറുണ്ട്. ഒരു കാര്യമില്ല, എന്നാലും പറഞ്ഞു ഞാൻ എക്സ്പെക്ട് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. ലൈഫ് ടൈം സാറ്റിസ്ഫാക്ഷൻ ജാനുമനാണ്. ഇത്രയും പടങ്ങൾ കണ്ടിരുന്നെങ്കിൽ ജാനുമനാണ് ലൈഫ് ടൈം സാറ്റിസ്ഫാക്ഷൻ. ഓക്കെയാണ്, ലൈഫ് ടൈം എക്സ്പീരിയൻസ് നല്ല പടമാണ്. എനിക്ക് ഇഷ്ടമുള്ള പടം. സെക്കൻഡ് മോസ്റ്റ് വേണ്ട, ഫസ്റ്റ് സെക്കൻഡിന്റെ പേര് പൈങ്കിളി. എനിക്ക് വർക്കാണ് സത്യം പറഞ്ഞ ആ പടം. നിന്റെ ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ഏതാ? നീ തിയേറ്ററിൽ പടം കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഷില്ലയുടെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് പടം ഏതാ? ഏറ്റവും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഒറ്റ പടം സിംഗിൾ തിയേറ്ററിൽ കരഞ്ഞതല്ല, ഏതായാലും ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഏതാ? ഏതായാലും ഉള്ളടക്കം, ഉള്ളൊഴുക്കാണോ? ഉള്ളടക്കത്തില് റെക്കോർഡിംഗ് കോഡിംഗ് അത് സീനൊന്നുമില്ല. നമ്മള് നീ പറഞ്ഞു അത് വലിച്ചിട്ടോ ഫ്രെയിം ഉണ്ടാ? രണ്ടാമത്തേലും എനിക്ക് സെയിം ഇങ്ങനെ ഇരുന്ന് എന്നെ എങ്ങനെ കാണും? ഇപ്പൊ നിന്നെ കണ്ടോളൂ. നമ്മൾ പലതും സംസാരിച്ച് എത്തിയേക്കണത് തിയേറ്റർ എക്സ്പീരിയൻസിന്റെ സംഭവം. അതെ, ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ്. തിയേറ്ററിൽ കണ്ട ബേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി സമയം കൂടി പോകും. ബേസിൽ പിന്നെയും ജാനുമനിലോട്ട് വരും. ബേസിലിന് ഏറ്റവും തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പടം എന്ന് പറഞ്ഞാൽ ജാനുമനാണ്. അവൻ ഇപ്പം ഒരു കൂട്ടം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പൈങ്കിളി. അപ്പൊ പൈങ്കിളി എന്താ വർക്ക് ആയെന്ന് മാത്രം ബേസിലോട് ചോദിക്കരുത്. പൈങ്കിളി വർക്കാണ് വിക്രം. അത്രയ്ക്ക് എൻജോയ് ചെയ്ത് വിക്രം. നല്ല പടം, വൈബ് പടം തന്നെയാണ്. ഷാരോണിന്റെ ഏതായിരുന്നു? ഷാരോൺ പറഞ്ഞില്ലല്ലോ. ഷാരോൺ കൂടെ പറഞ്ഞു. ഷാരോൺ എന്തോടാ, ഞാനും ജോബിനും നമ്മുടെ സെയിം ജോബിനും കൂടി ഏതോ പടത്തിന് പോയതാ. ലക്കാണെന്ന് തോന്നുന്നു. എന്നിട്ട് അതിന് എന്താ അറിയില്ല, അന്ന് ടിക്കറ്റ് ഇല്ലാത്തയോ അല്ലെങ്കിൽ അന്ന് ആ തിയേറ്ററിൽ പടം ഓടിയില്ല, എന്തോ സംഭവിച്ചു. എന്നിട്ട് ഞങ്ങൾ അപ്പുറത്തുള്ള ഒരു തിയേറ്ററിൽ കയറി. ഏതാ പടം ഞാൻ നോക്കിയട്ടെ? KGF ആണ്? അല്ല, ബാഹുബലി. ഓ മൈ ഗോഡ്, അറിയാതെ ഞാൻ പോയി കണ്ട പടമാണ് ബാഹുബലി. നീ ഏത് പടം കാണാനാണ് പോയത്? ഏതോ ആ ടൈമിൽ വേറെ ഏതോ സാധനം കിടപ്പുണ്ടായിരുന്നു. അതും ആ പ്രായത്തിലാണ് ആലോചിക്കണേ. ഞാനൊക്കെ കണ്ണൊക്കെ തള്ളി ഇങ്ങനെ നിൽക്കുക, എന്ത് സാധനം ജീവിതത്തിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അതുപോലത്തെ സെറ്റും കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മേന്റെ അടുത്ത് ഒരു 10-60 തവണ പറഞ്ഞാണ് പോയി കാണുക. പക്ഷെ അമ്മ ഒന്നും പോയില്ല. എന്നിട്ട് ബാഹുബലി 2 ആകുമ്പോ 2 തവണ പോയിട്ടുണ്ട്. പണ്ട് കാണാതെ ബാഹുബലി പണ്ട് കാണാതെ അമ്മ ബാഹുബലി 2 2 പ്രാവശ്യം ഇതൊക്കെ ഒരു ലെവലാണ്. അതൊരു പക്ഷെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടോ? തിയേറ്റർ അവിടെ ഇത് കഴിയട്ടെ. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കര എക്സ്പീരിയൻസ് ഇതായിരുന്നു, ഇൻഫിനിറ്റി വാർ ആയിരുന്നു. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ. ആലിയ ഭട്ടിന്റെ ഡാർലിങ്സ് എനിക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടമായ പടമല്ല. അല്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇൻ ദ സെൻസ് ഞാൻ അതിലാണ് കൂടുതൽ എക്സ്പീരിയൻസ്ഡ്. ലൈക്ക് എനിക്ക് കുറച്ചും കൂടി അങ്ങനെയൊക്കെയുള്ള കണക്ടിവിറ്റി ഫീൽ ചെയ്യുന്ന, ഞാനത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആളാണ്. കണക്ടിവിറ്റി മീൻസ് അതെനിക്കൊരു മോർ ലൈക്ക് വോർ ഇൻ ദ സെൻസ് അങ്ങനത്തെ ഒന്നുള്ള സംഭവത്തിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല. അപ്പോൾ പിന്നെ ഐ തോട്ട് ഇങ്ങനത്തെ സാധനങ്ങളാണ് എനിക്ക് വർക്ക്ഔട്ട് ആവുന്നത്. കുറച്ചുകൂടി ഇമോഷണൽ ബിറ്റായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് റിയൽ ലൈഫ് സ്ട്രഗിളിങ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. സോ അവരൊപ്പം എനിക്ക് ആ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് ത്രൂ എക്സ്പീരിയൻസിലൂടെയാണല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്യാൻ പറ്റുന്നത്, യുനോ. അപ്പം എനിക്ക് കുറേ വോറൊക്കെ കാണുമ്പം എനിക്കിപ്പം ആ കൈൻഡ് ഓഫ് സംഭവങ്ങളൊന്നും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാറില്ല. ബിക്കോസ് ഞാൻ വോറൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അല്ല വോർ ഇൻ ദ സെൻസ് ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനത്തെ ഒരു ഏതെങ്കിലും ഒരു ഇവിടെയൊക്കെ പോകുമ്പം അപ്പം എനിക്ക് കണക്ട് ചെയ്യാനും പറ്റാറുണ്ട്. ഞാൻ ഭയങ്കര
സംഭവം മനസ്സിലായി. പക്ഷെ ഞങ്ങളുടെ ചോദ്യം ഇതല്ലായിരുന്നു. ഇതിപ്പോ നീ നിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ TV കുത്തിരുന്ന് കണ്ടാലും സാധനം കിട്ടുമായിരുന്നു. We are talking about theater experience. ആൾക്കാരുടെ കൂടെ കാണുക, വലിയ സ്ക്രീനിൽ കാണുക, സൗണ്ട് നന്നായിട്ട് കാണുക, ആ എക്സ്പീരിയൻസ്, എനിക്ക് ആ ഒരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് നമ്മളിങ്ങനെ നിൽക്കൂലേ. അതെ. ആൻഡ് എനിക്ക് റിഗ്രറ്റ് ഉള്ള എന്താ അറിയോ, അവതാർ മസ്റ്റേരി ഞാൻ ഇതിന്റെ പോസ്റ്റർ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടേ ഇല്ല. കാലത്ത് ഈ സാധനത്തിന്റെ പോസ്റ്റർ ഞാൻ കണ്ട സ്കൂളിൽ പോകുമ്പോ ഞാൻ പോയി കണ്ടില്ല. നീ പറഞ്ഞോ, നിന്റെ ഒച്ച ഇവിടെ വരും. അറിയണ്ടേ? എനിക്ക് ആകെ റിഗ്രറ്റ് വന്ന ഒരേ ഒരു പടമാണ് പേട്ട. എനിക്ക് റിഗ്രറ്റ് ആയിരുന്നു പേട്ട. എനിക്ക് ഇപ്പോഴും റിഗ്രറ്റാ പേട്ട. എനിക്ക് ഫ്യൂച്ചറിൽ ഏത് സിനിമ ഇഷ്ടപ്പെട്ടോ, ഏത് സിനിമ പോയിട്ട് റിഗ്രറ്റ് അടിച്ചോ, അങ്ങനത്തെ ഒരു സംഭവം. എനിക്ക് ഏറ്റവും ലൈഫ് ടൈമിൽ ഏറ്റവും വലിയ തിയേറ്റർ എക്സ്പീരിയൻസ്, നീ ഇപ്പോൾ ബംഗാളിൽ തന്നെ വിളിച്ചാലും കുഴപ്പമില്ല, ഞാൻ പറയും എനിക്ക് പത്മാവത്താണ്. പത്മാവത്ത് പോലത്തെ ഒരു പടം കിടന്ന് ഉറങ്ങി കണ്ടിട്ട് അത് നിനക്കത് ചിലപ്പോൾ മനസ്സിലാവാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി ആയിട്ട് നീ ചിലപ്പോൾ കണക്ട് ആവാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. എനിക്ക് ഹിസ്റ്റോറിക്കലിയും ജനറലി അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളും എല്ലാ പരിപാടിയും, പിന്നെ അതിൽ രൺവീർ സിംഗിൻ്റെ അഭിനയം. ഞാൻ പക്ഷേ തിയേറ്ററിൽ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് ഷാഹിദ് കപൂർ അതിൻ്റെ പകുതി പോലും വരില്ലെന്ന. പാട്ടുകളൊക്കെ റിലീസായിരുന്നു, ഖലീബലിയും ഖലീബലിയും മറ്റേ അമീരിയോ എന്താ അല്ല ഖലീബലിന്റെ തുടക്കമായിരുന്നു. ഓക്കെ. അല്ല മറ്റേ ഗൂമറും പാട്ട്. ഖലീബലിയുടെ കൊറിയോഗ്രാഫി വേറെ ലെവലായിരുന്നു. പക്ഷേ ഈ ഒരു സാധനം ഞാൻ ഷാഹിദ് കപൂർ അതിൻ്റെ പകുതി പോലും വരില്ല എന്ന് വിചാരിച്ച് പോയി കണ്ട പടത്തിൽ എനിക്ക് ഷാഹിദ് കപൂറും രൺവീർ സിംഗും ഒപ്പത്തിനൊപ്പം അഭിനയിച്ച ഒരു സീനാണ് എനിക്ക് അവിടെ കിട്ടിയത്. അത്രയ്ക്കും അടിപൊളി ഫീലായിരുന്നു ആ പടം. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു 2 ആഴ്ച മുന്നെയാണ് എനിക്ക് ആ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയത്. ചോട്ട മുംബൈ റിലീസ് കാണാൻ പോയപ്പോൾ പൊന്നടാ, ജീവിതത്തിൽ ആ ഒരു എക്സ്പീരിയൻസ് തിരിച്ച് കിട്ടുമെന്ന് തോന്നില്ല. പക്ഷെ പേടിക്കണ്ട, അതേപോലെ വേറെ പടങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഉദയനാണ് താരത്തിൻ്റെ റിലീസ് റെഡിയായിട്ടുണ്ട്. ആ വൈബ് ഞാനതല്ല പറയുന്നത്. പക്ഷെ സിനിമ എന്തൂസിയാസ്റ്റിന് പോയി കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്ന പടത്തിൽ ഉദയനാണ് താരം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ. എനിക്ക് അങ്ങനെയാണെങ്കിൽ പ്രാഞ്ചേട്ടന് പോകണമെന്നേ ഉള്ളൂ. അത് പക്ഷെ വരണം, തിരിച്ച് റിലീസ് വരണം. സാധ്യത കുറവാണ്. വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് പക്ഷെ ഉദയനാണ് റിലീസുണ്ട്, പക്ഷെ അത് വരുന്നുണ്ട്. കൊടുക്കണ കാശിന് കിട്ടും. നമ്മുടെ ഒരു ഫ്രണ്ടാണ് അത് എഡിറ്റ് ചെയ്യുന്നത്. അതിന് ഞാൻ ചരമൽ ഈനാശു ഫ്രാൻസിസ്. അതെ. പ്രാഞ്ചി എന്താണ് വിജയം പരാജയവും? അത് ആപേക്ഷികമല്ലേ? മുന്നേളിന് മലയാളം അറിയോ? പ്രാഞ്ചി എന്താണ് വിജയവും പരാജയവും? അതെ. നമ്മൾ വിജയിച്ചു എന്ന് വിചാരിക്കണത് എല്ലാരും വിജയിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ കണ്ടതാ ആളിവിടെ ഉണ്ട്. ഒരളിപ്പള്ളിയുടെ തെക്ക് ഭാഗത്ത് 1.5 ഏക്കർ സ്ക്വയർ പ്ലോട്ടാ കയ്യിലിരുന്നത്. ആ കരച്ചില്, ആ കാശ ടേബിളിൽ ഇരിക്കുമ്പോ അയാൾ ഇങ്ങനെ കൈയും കൊടുത്ത് ഇരിക്കുന്ന ഒരു സീനുണ്ട്. മറ്റേ 1.5 കോടി പ്രാഞ്ച് പൽമശ്രീ ഉണ്ടോ? പൽമശ്രീ കൊടുക്കോ? പൽമശ്രീ ഒന്ന് കാണിച്ചു തരുമോ? ഏറ്റവും അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് പടം ഏതായിരുന്നു? ലൈഫ് ടൈം ഒക്കെ ഓക്കെ. ക്രിക്കറ്റ് ഇത്രക്ക് ഇതാക്കി നടക്കുന്ന ഇവള് ജേഴ്സി കണ്ടിട്ടില്ല. ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല ജേഴ്സി. അവൾ ഈ അടുത്ത കണ്ടേ. അത് നിങ്ങൾ ഫുഡ് കൊണ്ടിട്ടുണ്ടോ? സമയമുണ്ടല്ലോ. രാവിലെ ഒന്നും കഴിച്ചില്ല.